അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം ഫ്രണ്ട്സ്. ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സീറോ എക്സ്പെൻസ് സ്നാക്കാണ്. ഞാൻ കഴിഞ്ഞ റമദാനിലും ഇതുപോലെ സീറോ എക്സ്പെൻസ് സ്നാക്കുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഒരു സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കുന്ന സ്നാക്കുകളാണിത്. ഞാൻ ഇതിനു മുൻപ് ചോക്ലേറ്റ് ബനാന ബ്രെഡ് റോളിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആ ചോക്ലേറ്റ് ബനാന റോളിൽ ബാക്കി വന്നിട്ടുള്ള ഐറ്റംസ് ഉപയോഗിച്ച് തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു പോളയാണിത്. വേണമെങ്കിൽ ചോക്ലേറ്റ് ബനാന പോള എന്ന് പറയാം. ചോക്ലേറ്റ് ബനാന പോളയുടെ എക്സാക്ട് റെസിപ്പി ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. നമുക്കെങ്ങനെ വളരെ ഈസിയായി ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ചോക്ലേറ്റ് ബനാന ബ്രെഡ് റോളിന് വേണ്ടിയിട്ട് ഞാൻ ചോക്ലേറ്റ് ഫില്ലിംഗ് ആണ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. ബനാനയെ നെയ്യിൽ ഞാൻ വഴറ്റിയെടുക്കുകയാണ് ചെയ്തത്. അതിലോട്ട് ഞാൻ തേങ്ങയും പഞ്ചസാരയും കോക്കോ പൗഡറും ചേർത്തിരിക്കുകയാണ്. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ വനില എസൻസ് കൂടെ ചേർത്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ചെയ്തത്. ഇതിനെ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ്. അതിനുശേഷം ഞാൻ 2 മുട്ടയെ പാലും ചേർത്ത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് റോളിന് വേണ്ടിയിട്ട് ബ്രെഡിനെ പാലിൽ മുക്കിയെടുത്തിരിക്കുകയാണ്. ഈ ബ്രെഡിനെ ഒന്ന് സ്ക്യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇതിൻ്റെ അകത്ത് വെച്ച് റോൾ ചെയ്തിരിക്കുകയാണ്. ഉന്നക്കായ ഉണ്ടാക്കുന്നത് പോലെയാണ് ഞാനിവിടെ റോൾ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ചെയ്യുമ്പോൾ നല്ല ഫിനിഷിംഗ് ഉണ്ടായിരിക്കുകയും ചെയ്യും, പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനും കഴിയും. അതിനുശേഷം ഇതിനെ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ബ്രെഡ് റോൾ ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ഐറ്റംസാണ് ഇവയെല്ലാം. കുറച്ച് ബ്രെഡ് ക്രംസ്, കുറച്ച് ഫില്ലിംഗ്, അതുപോലെ മുട്ടയുടെ മിക്സ്, പാൽ, ഇവയെല്ലാം ഉണ്ട്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. മുട്ടയുടെ മിക്സിലോട്ട് ഞാൻ ബ്രെഡ് ക്രംസ് ചേർക്കുകയാണ്. ഇതിൽ കുറച്ച് പാലേ ഉള്ളൂ, ആ പാല് കൂടെ ഇതിലോട്ട് ഒഴിക്കുകയാണ്. ഇനി പാൽ അധികമാണെങ്കിൽ ഒരുപാട് പാലൊന്നും ഒഴിക്കരുത്, നമ്മുടെ സ്നാക്ക് ലൂസായി പോകും. ഇനി ഇതിലോട്ട് നമ്മുടെ ഫില്ലിങ് കൂടെ ചേർക്കുകയാണ്. ഈ ഫില്ലിംഗ് നല്ല സ്വീറ്റ് ആണ്, അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് അധികം പഞ്ചസാര ഇനി ചേർക്കുന്നില്ല. ഇനി ഫില്ലിംഗ് സ്വീറ്റ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ നന്നായിട്ട് പഞ്ചസാര ചേർക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഐറ്റംസ് എല്ലാം വേസ്റ്റ് ആയി പോകും. നല്ല മധുരം വേണം ഇത്. ഇനി വാനില എസൻസ് ഒന്നും ഞാൻ ഇതിലോട്ട് ചേർക്കുന്നില്ല. വാനില എസൻസ് എല്ലാം നേരത്തെ ചേർത്തതിലുണ്ട്. ഞാൻ ഒരു സോസ് പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ സോസ് പാനിലോട്ട് ഞാൻ നെയ്യ് ഒഴിച്ച് ചൂടാക്കി എടുക്കുകയാണ്. ഇതിലോട്ട് നമ്മുടെ മിക്സ് ചേർക്കാം. നന്നായി സ്പ്രെഡ് ചെയ്യാം ഇതിനെ. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. വെരി വെരി ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ റോളിനെ കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഈ ചോക്ലേറ്റ് ബനാന റോൾ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റോൾ ഉണ്ടാക്കുന്നതിനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. നമ്മുടെ പോളയും റോളും റെഡിയായി വരുന്നുണ്ട്. നമ്മുടെ ഒരു ബഞ്ച് റോള് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റിയാണ്. നമ്മുടെ പോളയും റെഡി ആയിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറവായത് കൊണ്ട് തന്നെ കുറച്ച് കട്ടി കുറവായിരിക്കും, എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണിത്. നല്ല മധുരം വേണം, എന്നാൽ മാത്രമേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. ഇനി ഇതിനെ നമുക്ക് ആവശ്യാനുസരണം ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കാം. നമ്മുടെ ഈസിയും വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള 2 ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. ബനാന ചോക്ലേറ്റ് ബ്രെഡ് റോളും ഈ റോൾ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു പോളയാണിത്. ഇഫ്താറിന് വളരെ സിമ്പിളായി ഉണ്ടാക്കി സെർവ് ചെയ്യാവുന്ന 2 സ്നാക്കുകളാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി വീഡിയോസുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.